ഹല എന്ന് പറഞ്ഞാൽ അഹ്ലൻ എന്നതിൻ്റെ ഷോർട്ടാണ് ഹല. അത് ഗൾഫുകാരായ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. സ്വാഗതം എന്നതാണ് ഹല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്ലൻ എന്നതിൻ്റെ കൊളോക്യൽ അറബിക് ലാംഗ്വേജിൽ പെട്ടതാണ് ഹല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനാരിയോ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദ കംപ്ലീറ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പദ്ധതിയുടെ ഒരുപാട് അക്യുമുലേഷൻ സാധനത്തെയാണ് സിനാരിയോ എന്ന് വിളിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരുപാട് പദ്ധതികളുടെ ഒരുപാട് പ്രതീക്ഷകൾക്ക് സ്വാഗതം എന്നാണ് ഈ പരിപാടിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേര് എന്നാണ് ഞാൻ ചോദിക്കാതെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, അങ്ങനൊരു ബൃഹത്തായ പരിപാടി ഇവിടെ അതിൻ്റെ ആരംഭം കുറിക്കുകയും അതിൻ്റെ പര്യവസാനം സത്യത്തിൽ ഗൾഫിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ മുഹൂർത്തത്തിനാണ് നമ്മളിന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണ് എന്നാണ് അർത്ഥം. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണുകൊണ്ടുള്ള കാണൽ എന്നതാണ്. അതുകൊണ്ട് പരസ്പരം വിഷമങ്ങളില്ലാതെ സന്തോഷത്തോടെ നമ്മളിവിടെ നിൽക്കുക. ഏതായിരുന്നാലും ഈ കുറഞ്ഞ സമയം നമുക്ക് ചില കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. കുടുംബം കൂടി ഉണ്ടായതുകൊണ്ട് ആദ്യം നമുക്ക് മുസ്ലിം ലീഗിൻ്റെ KMCCയുടെ കാര്യം എന്തെന്ന് പറഞ്ഞ് ചെറുതായിട്ട് തുടങ്ങാം. ഒന്ന്, ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 3 തരത്തിലുള്ള പൊളിറ്റിക്സാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പൊളിറ്റിക്കൽ സയൻസോ പൊളിറ്റിക്സോ നിങ്ങളെ പഠിപ്പിക്കല്ല. പൊളിറ്റിക്സ് ഇസ് എ ഗെയിം പ്ലേ ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ എന്ന് സാധാരണ മൊഗാന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൊഗാന്തോ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം ഒരു കളിയാണ്, അത് അധികാരം നേടിയെടുക്കാനും അത് നിലനിർത്താനുമുള്ള ഒരു ഗെയിമാണെന്നാണ്. മനസ്സിലായി? പൊളിറ്റിക്സ് ഇറ്റ്സ് എ ഗെയിം പ്ലേ ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ എന്നാണ്. പക്ഷെ അത് തെറ്റാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്കിതൊരു ഗെയിമൊന്നുമല്ല. പലർക്കും ഇത് ഗെയിമായിരിക്കും, ജീവിതത്തിൽ കളിക്കുന്ന കളി. പക്ഷേ ഇത് നിലനിൽപ്പിൻ്റെ ഒരു വല്ലാത്ത ശാസ്ത്രമാണ് നമ്മളിപ്പോൾ ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ഇത് സ്ത്രീകളും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇതൊന്നും ഞങ്ങൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് ഈ KMCCക്കാർ കേൾക്കേണ്ടതല്ലേ. അത് അവനവൻ്റെ ഉടലിൽ തല വേണോ എന്നുള്ള ചർച്ച നടക്കുന്നതാണ് ഇപ്പോൾ പൊളിറ്റിക്സ്. അല്ലാതെ പാലുണ്ടാക്കണോ റോഡുണ്ടാക്കണോ എന്നതല്ല ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു തോന്നലുണ്ടാകും ഇതൊന്നും ഞങ്ങളറിയാം. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പൊളിറ്റിക്സ് തീരെ അറിയണ്ടെന്നൊക്കെ തോന്നിപ്പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ട്രീം കമ്മ്യൂണലിസം വികസിച്ച് ഏകദേശം 28 സംസ്ഥാനങ്ങളും നിറഞ്ഞു കവിയാണ്. എന്താ കമ്മ്യൂണലിസം? കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയവാദമാണ്. ആ വർഗീയവാദത്തിനെ വല്ലാതെ ഊക്കുകൾ കൂട്ടിയിട്ട് മറ്റൊരു വിഭാഗത്തിലൂടെ കൊണ്ടുവന്ന് NRC ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്ത് അവസാനം അതെല്ലാം പൊട്ടിപ്പാളീസായി എന്ന് തോന്നുന്ന സമയത്ത് മറ്റൊരു സമയത്തിലൂടെ, മറ്റൊരു രീതിയിലൂടെ, മറ്റൊരു സ്ട്രാറ്റജിയിലൂടെ അതിങ്ങനെ എന്താക്കുകയാണ്, ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാം കാർഡുകൾ ചെക്ക് ചെയ്യുമ്പോൾ വെള്ളിപ്പാൻ്റെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പല ആൾക്കാർക്കും അറിയില്ല. അറിയോ? നിങ്ങൾ പറ. ഇതിൽ എത്ര പേർക്ക് ഉപ്പാൻ്റെ പേരറിയാം? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ആത്മാർത്ഥതയോടുകൂടി പൊക്കണം, വെറുതെ പൊക്കരുത്. കാസർകോട്ടുകാർ നല്ല സത്യസന്ധന്മാരാണ് എന്നും. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ പൊക്കിയിട്ടുള്ളൂ. വെള്ളിപ്പാൻ്റെ പേര് ചോദിച്ചാൽ വെള്ളിപ്പാൻ്റെ പേര് എത്ര പേർക്കറിയാം? ആകെ 2-3 പേർക്കാണ് ഇപ്പോൾ ഇതിലറിയാം. അപ്പോൾ നമ്മളോട് ഏകദേശം ഒരു 920 മുതൽ ഇങ്ങനെ വെള്ളിപ്പാൻ്റെ പേര് ചോദിച്ചാൽ നമുക്കറിയില്ല. പിന്നെ ഇങ്ങനെ അവരുടെ ആധാരങ്ങൾ ഉണ്ടാക്കും, എങ്ങനെ വോട്ടർ പട്ടികയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സമയത്തിലാണ് ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരുപാട് സ്ട്രാറ്റജി അവിടെ അങ്ങനെ നടക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സിവിൽ സർവീസുകാരാണ് ബുദ്ധിരാക്ഷസന്മാർ എന്ന് നമ്മൾ വാഴ്ത്തപ്പെടുമ്പോഴും അവർക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വെച്ചിരിക്കാൻ നമ്മളിൽ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ചന്ദ്രികയിൽ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയതിൻ്റെ പേരിൽ പല പാർലമെന്റിലെ ക്വസ്റ്റ്യൻസും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അഥവാ സിവിൽ സർവീസ് അക്കാഡമി നടത്തിയിട്ടുള്ള പരീക്ഷയിൽ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിൽ പിന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ IAS, IFS, IES, IRS ഒക്കെ പാസ്സായിട്ടുള്ള ആളുകൾ ടോപ്പ് റേഞ്ചിൽ നിൽക്കേണ്ടിടത്ത് നിന്ന് അതിൻ്റെ മുകളിലേക്ക് പൊളിറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വെച്ചുകൊണ്ട്, അതാണ് ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കണ്ടത്, ഇവിടെ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ കണ്ടത്. ആ ഒരു രീതിയിലേക്ക് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു എക്സ്ട്രീം കമ്മ്യൂണലിസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയവാദത്തിൻ്റെ മറ്റൊരു പരിപ്രേക്ഷ്യം ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത്, ഞാൻ രാഷ്ട്രീയം പറയല്ല, പ്രത്യേകിച്ച് കുടുംബങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, മറ്റൊരു ഭാഗത്ത് ഉള്ള രാഷ്ട്രീയം എക്സ്ട്രീം കമ്മ്യൂണിസമാണ്. കമ്മ്യൂണലിസം വേറെ, കമ്മ്യൂണിസം വേറെ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. എന്ന് വെച്ചാൽ ഇവിടെ തീസ്റ്റുകൾ അഴിഞ്ഞാടുമ്പോൾ, തീസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്, അവർ വർഗീയതയിലേക്ക് അഴിഞ്ഞാടുമ്പോൾ എത്തീസ്റ്റുകൾ, ആ തീസ്റ്റിൻ്റെ കൂടെ ഒരു കൂടി ചേർത്താൽ എത്തീസ്റ്റായി. നിരീശ്വരവാദികൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ലിബറൽ മോഡിനെ കൊണ്ടുവരുന്നു. ഞാൻ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ ആവാസ കേന്ദ്രമായി കൊണ്ടിരിക്കുന്നത് എന്ന് സർക്കാരിൻ്റെ ഒരു പഠനമുണ്ട്. അത് ഈ ബാംഗ്ലൂരും ഇതൊക്കെ അടുത്തായതുകൊണ്ട് എന്നാണ് പഠനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാണ്, കാസർഗോഡ് ജില്ല അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ലിബറലിസം വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വന്നു കഴിഞ്ഞാൽ ലക്ഷ്യബോധമില്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവുകയും ആ ലക്ഷ്യബോധമില്ലാത്ത ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി മറ്റൊരു പൊളിറ്റിക്സ് രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി പോകേണ്ടവരാണ്. ആ ഊക്കിനെ ഇല്ലാതെയാക്കി ഒരു ലിബറൽ മോഡലുള്ള ആളുകൾ കൊണ്ടുവരും. അതിനുവേണ്ടി സ്പോൺസർ ചെയ്യപ്പെടുന്ന സിനിമകൾ പോലുമുണ്ട്. സിനിമകൾ പോലും, അതിനെക്കുറിച്ച് റിവ്യൂ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാറ്റിൻ്റെ റിവ്യൂകൾ വായിച്ചു കൊണ്ടിരിക്കണം. പ്രധാനപ്പെട്ട നടന്മാരെ വെച്ചുകൊണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ആ സിനിമ കാണുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും വലിയ തിരക്കേടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാൻ ഉദാഹരണത്തിന് 2 സിനിമയെക്കുറിച്ച് പറയാം. ഞാൻ അതിനെ വിമർശിക്കല്ല. ഒരു റീഡിങ്, സോഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സാമൂഹ്യ വായന. ഉദാഹരണത്തിന് മോഹൻലാൽ എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകൻ പൃഥ്വിരാജ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ പെൺകുട്ടിയുമായിട്ട് അങ്ങനെ മോശപ്പെട്ട ബന്ധത്തിലാകുന്നു. അവസാനം അതിലൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന പിതാവ് മോഹൻലാൽ പറയുകയും ചെയ്യുന്നു. ഈ കഥകളൊക്കെ ഇവിടുന്ന് വരുന്നു. ഇതൊക്കെ ദർശന രൂപത്തിൽ കാണുന്ന കുട്ടികളുടെ ഐഡിയോളജി എത്രമാത്രം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്നറിയുമോ? നിങ്ങൾ വിചാരിക്കും ഒരു സിനിമ കണ്ടാൽ അത്രമാത്രം പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പക്ഷേ എഴുത്തിനേക്കാൾ 1000 ശക്തി മടങ്ങ് എന്തുണ്ട്, പവറാണ് സത്യത്തിലൊരു ദൃശ്യത്തിന്, ഒരു കാഴ്ചക്ക് അത്രമാത്രം പവറുണ്ട്. അപ്പൊ കുട്ടികൾ ഇത്തരത്തിലുള്ള പലതും, അതിന് സിനിമയ്ക്ക് പങ്കാളിത്തമുണ്ട്, സെമിനാറുകൾക്ക് പങ്കാളിത്തമുണ്ട്, ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ചില ഡാൻസുകൾക്ക് പങ്കാളിത്തമുണ്ട്. ഇങ്ങനെ എല്ലാ ലിബറലിസവും കൊണ്ടുവന്ന് ഒരു പൊളിറ്റിക്സിനെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വേറെ കുറെ പൊളിറ്റീഷ്യൻസ്, അതിൽ മയക്കുമരുന്നിൻ്റെ ചില അഭിവാഞ്ചമായ ഘടകങ്ങൾ വേറെ കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് കുത്തൊഴുക്കത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്സ് അറിയില്ല, അതിലേക്ക് ബന്ധമില്ല എന്ന് നമ്മൾ പറയരുത്. കാരണം നമ്മൾ ഓരോരുത്തരും അത് അറിഞ്ഞിരിക്കേണ്ടവരാണ്, ഓരോരുത്തരും അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രീം കമ്മ്യൂണലിസത്തിലേക്ക് പോകണോ, എക്സ്ട്രീം കമ്മ്യൂണലിസത്തിലേക്ക് പോകണോ, എക്സ്ട്രീം കമ്മ്യൂണിസത്തിലേക്ക് പോകണോ? ഇത് രണ്ടാണ്. ഇത് തീരുമാനിച്ചുകൊണ്ട് അല്ല, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണലിസവും വേണ്ട, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിസവും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നല്ല മോഡൽ ലിബറലിസമാണ്. അഥവാ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് സത്യസന്ധമായി മുന്നോട്ട് പോകലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജൈത്രയാത്രയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. വർഗീയവാദം നമുക്കൊരിക്കലും പാടില്ല. ആര് വർഗീയവാദത്തിലേക്ക് ക്ഷണിച്ചാലും അവരോട് പറഞ്ഞേക്കണം, ഹലക്കൽ മുത്തനത്തിഊൻ കാല സലാസ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന്. ആരാണ് വർഗീയവാദി എന്ന ചോദ്യത്തിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, തൻ്റെ സ്വന്തം സമുദായം അന്യായത്തിൽ നിൽക്കുകയും ആ സ്വന്തം സമുദായമായതിൻ്റെ പേരിൽ ആ അന്യായത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നവൻ്റെ പേരാണ് വർഗീയവാദി എന്നാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന്, എന്നെങ്കിലും ഒരിക്കലും പറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഉദാഹരണം മുസ്ലിം ലീഗിനെ തന്നെ പറഞ്ഞോട്ടെ. മുസ്ലിം ലീഗ് എന്നെങ്കിലും ഒരിക്കലും അതിൻ്റെ നേതാക്കന്മാർ വർഗീയതയിലേക്ക് ക്ഷണിച്ചിട്ട് ആ വർഗീയത ന്യായീകരിക്കുമ്പോൾ മുസ്ലിം ലീഗിനോടും സല്യൂട്ട് അടിച്ച് പിന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. അതായിരിക്കണം ഓരോ മുസൽമാന്റെയും ദൗത്യം. അത്രത്തോളം വർഗീയതയിലേക്ക് പോകാത്ത ഒരു പാർട്ടിയുടെ പേര് കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു ചേർക്കുന്നു, എല്ലാവരെയും നമ്മൾ നെഞ്ചിൽ ചേർത്ത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ബാക്ക് ബോൺ, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ഘടകം നട്ടെല്ലാണ്. ആ നട്ടെല്ലിൻ്റെ പേരാണ് KMCC എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന നട്ടെല്ലിൻ്റെ പേരാണ്. അതിൻ്റെ സംഘമാണ് ഈ കൂടിയിട്ടുള്ളത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിനെ നമ്മൾ കാണുന്നത് കേവലം ഒരു പാർട്ടിയായിട്ടാകരുത്, കേവലം ഒരു സംഘടനയായിട്ടാകരുത്. ഒരു വേള എത്തി കൊറോണ വന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു സെമിനാർ എന്നെയും വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞു അത്. അഥവാ ആ സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ കേരളം അങ്ങനെ വല്ലാണ്ട് പശ്ചാത്തലം മാറിക്കൊണ്ട് കണ്ണ് നട്ട് മിഴിച്ചു നോക്കി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ആളുകൾ വന്നിട്ട് പറയാണ്, സാർ കുറേ മയ്യത്തുകൾ അവിടുന്ന് കൊണ്ടുവരാണ്ട്, കുറേ മയ്യത്തുകൾ ഗൾഫിൽ നിന്ന് എത്തിക്കാനുണ്ട് എന്ന്
മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ എന്നും 5-10 മിനിറ്റ് ഇരിക്കുന്ന ചെയറിലിരുന്ന് കൊണ്ട് മുഖ്യമന്ത്രി പോലും അറിയാതെ പറഞ്ഞു പോയ ഒരു പദമാണ് KMCC-കാരോട് പറഞ്ഞേക്കൂ എന്ന്. അത്രമാത്രം KMCC-കാർക്കാണ് അവിടെ ബന്ധമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. പിന്നീട് എന്തായി എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത്, ഇത്രത്തോളം മാനവരാശിയെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം തകരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകരുത്. നമ്മുടെ കുടുംബം ഒരിക്കലും മോശമാകരുത്. അതിന് 2-3 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ ജില്ലകളെ, മലപ്പുറം ജില്ലയായാലും നിങ്ങളുടെ കാസർഗോഡ് ജില്ലയായാലും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന നിയോ ലിബറലിസമാണ്. ആ ലിബറലിസം വന്ന് മനുഷ്യനിപ്പോൾ സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെയും സത്യത്തിൽ മോഡി മോൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നൊരു കാലം വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താ മോഡി മോൻ പറഞ്ഞത് കാര്യമാണെന്ന് പറഞ്ഞത്? അഥവാ നിങ്ങളൊക്കെയും പുരുഷന്മാരെ എതിർക്കുന്ന ഒരു കാലം വിത്തിൻ 5 years വരും. അത് ഏതാ കാര്യം എന്നറിയോ? സ്വത്ത് വിഭജനത്തിൽ നിങ്ങളുടെ കൂടെ സർക്കാർ ഉണ്ടെന്ന് പറഞ്ഞ് 50 സെന്റ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 50 സെന്റ് നിങ്ങൾക്കും തരും. അപ്പൊ നിങ്ങൾ സ്വകാര്യതയിൽ പേരിട്ട് വിളിച്ചൊരു പേരുണ്ട്. എല്ലാ പെണ്ണുങ്ങളും കൂടി നമ്മളെ പ്രധാനമന്ത്രിക്ക് ഇട്ട പേരാണ് മോഡി മോൻ എന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. മോഡി മോൻ ചെയ്ത കാര്യം നല്ലതാണ് എന്ന് പറയും. കാരണം എന്താ? സ്വത്തിന് ആണിന് കിട്ടുന്നത് പോലെ പെണ്ണിനും കിട്ടുന്നു. ആ ഡിക്ലറേഷൻ അടുത്ത് തന്നെ വരും. അപ്പോ നമ്മൾ സംശയിച്ച് നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ കുടുംബിനികൾ ചിന്തിക്കണം. ഇസ്ലാം എന്തുകൊണ്ടാണ് പാതി എന്ന് പറയുന്നത്? ഞാൻ ന്യായീകരിക്കല്ല. അതിനെ ന്യായീകരണം പണ്ടേ ഉള്ളത്, 1400 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ മകൾ ദുജാന, ഞാൻ അവൾക്ക് പേരിട്ടിരിക്കുന്നത് ദുജാന എന്നാണ്, ഫാത്തിമ ദുജാന മെഹജബിൻ. അതിൻ്റെ ഒരു കാരണം, ഉഹുദിൽ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണഞ്ഞൂട്ടി പിടിച്ചിട്ട്, എന്നെ നിങ്ങൾ കൊന്നോളൂ, പ്രവാചകനെ ഒരിക്കലും ഒരു തരിമ്പ് പോലും ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ആലിംഗനം ചെയ്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സഹാബിയുടെ പേരാണ് അബൂ ദുജാന. അതുകൊണ്ട് പേരിലെങ്കിലും അബൂ ദുജാനയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകൾക്ക് ഞാൻ ദുജാന എന്ന് പേരിട്ടത്. അപ്പൊ ഞാനും ഒരു അബൂ ദുജാനയാവുമല്ലോ, പേരിനെങ്കിലും അബൂ ദുജാനയാകില്ലെങ്കിലും. അപ്പൊ എൻ്റെ ദുജാനയോട് ഞാൻ പറയാണ്, നിനക്ക് ഞാൻ 5 ലക്ഷം രൂപ തരാം, നീയും നിന്റെ ആങ്ങളെയും കൂടി ലണ്ടനിലേക്ക് പോകുന്നു, നിനക്ക് ഞാൻ 10 ലക്ഷം തരാം. ആങ്ങളയോട് പറയുന്നു, അഥവാ റാസിയോട് പറയുന്നു. എന്നിട്ട് പറയാണ്, നീ പോകുമ്പോൾ എല്ലാ ചെലവും നീ എടുക്കണം, ടിക്കറ്റ് നീ എടുക്കണം, എല്ലാ ഭക്ഷണവും നീ എടുക്കണം, പാർപ്പിടം നീ എടുക്കണം, അവിടെയുള്ള ഫീസ് നീ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഉത്തരവാദിത്തം ആണിന് കൊടുത്തു. പെണ്ണിനാകട്ടെ പെണ്ണിനോട് പറഞ്ഞു, നീ അതിൽ നിന്നൊരു നയാ പൈസ പോലും ചെലവഴിക്കരുത് എന്ന്. അങ്ങനെ പറയുന്നൊരു ഫിലോസഫി നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഏതാ സ്വീകരിക്കുക? റാസിയുടെ കയ്യിലുള്ള 10 ലക്ഷം വാങ്ങിക്കോ, അതോ ദുജാനക്ക് കൊടുക്കുന്ന 5 ലക്ഷം വാങ്ങിക്കോ? ബുദ്ധിയുള്ളവരേതാ വാങ്ങിക്കുക? ഇതാണ് ഇസ്ലാമിന്റെ ഫിലോസഫി. എല്ലാ ചെലവും ആണിന്റെ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞ, കബിൽത്തു മിൻക നിക്കാഹ എന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട്. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ് എന്നാണ് അറബി വ്യാകരണം പറയുന്നത്. ചിലപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കബിൽത്തു നിക്കാഹ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ നിക്കാഹിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് തലയിലേക്ക് വെക്കുമ്പോൾ വെറുതെ ഒരു പേരിനല്ല വെക്കുന്നത്, മരണം വരെ അയാളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ദൗത്യത്തെയാണ് ആ തലയിലേക്ക് വെക്കുന്നത്. വീട് വെക്കേണ്ടത് പിന്നെ അവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അവനാണ്, മക്കളെ നോക്കേണ്ടത് അവനാണ്. നമ്മളുണ്ടല്ലോ, ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നിക്കാഹ്, അതുപോലും വിശ്വാസം അംഗീകരിക്കാത്തൊരു സംഭവമാണ്. പെണ്ണിനൊരു ചെലവും നിക്കാഹിന്റെ കാര്യത്തിലില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടും കണ്ട് ഒത്തുകൊണ്ട് ചിലപ്പം പറയാൻ, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, അതുകൊണ്ട് നിക്കാഹ് ഇവിടെ തന്നെ നടക്കണം, സമ്മതിക്കണം എന്ന് പറഞ്ഞ് ഈ ജാബും കബൂലുണ്ടെങ്കിൽ ആകാം. അതല്ലാതെ ഒരു പെണ്ണിനൊരു ചെലവ് പോലും ഇല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫ്രീ ആയിട്ട് അവർക്ക് പകുതി കൊടുത്തേക്ക് എന്നാ പറഞ്ഞത്. അതിനെ പിന്നെ തിരിച്ചു പിടിച്ച് നമ്മൾ വായിക്കരുത്. സാക്ഷിത്വം പറയുന്ന സമയത്ത് ഇനി അതൊക്കെ വരും. നിങ്ങൾ 4 പേര് വേണ്ടേ സാക്ഷിക്ക്, ആണുങ്ങൾ 2 എണ്ണം മതിയല്ലോ എന്ന് പറയും. ആ സമയത്ത് നമുക്ക് തിരിച്ചു പറയാനുള്ള വിവേകമുണ്ടാകണം. സാക്ഷി 4 പെണ്ണ് വേണമെന്ന് പറഞ്ഞത് കടം കൊടുക്കുന്നിടത്താണ്. കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും 4 സാക്ഷിത്വം. കാരണം സാക്ഷി എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ അവസാനം ഉത്തരവാദിത്തം ഈ 4 ആളുടെ പേരിലേക്കാണ് വരിക. അവർ രക്ഷപ്പെടാൻ ആളുകളുടെ എണ്ണം കൂട്ടി 4 എണ്ണം. എന്നാൽ അവിടെ 2 ആണേറ്റെടുക്കട്ടെ ഇതിന്റെ വിഷയമെന്നാണ്. അപ്പൊ അതിന്റെ ഭാരം ഒന്ന് കൂട്ടി ആണുങ്ങൾക്ക്. പക്ഷേ ഒരു പെണ്ണിനെ പറ്റിയിട്ട് മോശത്തരം പറഞ്ഞാൽ അവൾ വേശ്യയാണ് അല്ലെങ്കിൽ മോശക്കാരിയാണ്, അവളെ ഇന്ന ആളുടെ കൂടെ കണ്ടു എന്നെങ്ങാനും ഒരാണ് വന്ന് പറഞ്ഞാൽ ദീനിൽ സ്വീകരിക്കില്ല, 2 ആണ് വന്ന് പറഞ്ഞാലും സ്വീകരിക്കില്ല, 3 ആള് വന്ന് പറഞ്ഞാലും സ്വീകരിക്കില്ല. 4 ആണ് കൃത്യമായി കണ്ട വിവരങ്ങൾ അറിയിച്ചാലല്ലാതെ പറ്റില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ
നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വന്നപ്പോ ഒരു പെണ്ണിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു എന്ന് ആൾക്കൂട്ടം വിധി എഴുതുന്നതിന് മുമ്പേ one woman is equal to 4 men എന്നതിലേക്ക് അള്ളാഹു തിരിച്ചുവിട്ടു. അവിടെ ഒരു ആണിന്റെ പവറല്ല, 4 ആണാണ് ഒരു പെണ്ണിന് ഈക്വലായി നിൽക്കുന്നത്. അഥവാ ഒരു പെണ്ണിന്റെ പവർ 4 ആണിനേക്കാളും അപ്പുറത്താണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ദീന് പഠിക്കുമ്പോൾ മൊത്തത്തിൽ പഠിക്കണം. ഭാവിയിൽ ഇതൊക്കെ ചർച്ചയാകും കേട്ടോ. നിങ്ങളുടെ സാഠ്യത്വം ചർച്ചയാകും, നിങ്ങളുടെ സമ്പത്ത് ചർച്ചയാകും. ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴൊക്കെ അതിന് എതിരിട്ട് കൊണ്ട് സംസാരിക്കാനും മെസ്സേജ് ആയിട്ട് കൊടുക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു ദീനിന്റെ മോശയിൽ ചേർത്തിട്ടുള്ള ഒരു കുടുംബ സംവിധാനമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ അവരോട് സഹകരിക്കുകയും ചെയ്യുന്ന സുന്ദരമായ നേതൃത്വമായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നതാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ അവിടെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ കാലങ്ങളാണ് വരാനിരിക്കുന്നത് കാസർഗോട്ടുകാർക്ക് എന്നെക്കാളും അറിയാം. ഇനി പെട്രോൾ പമ്പുകൾ ഇല്ലാതെയാകുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ചാർജ് സ്റ്റേഷൻ ആയിരിക്കുന്നു, അതും പെട്ടെന്ന് ഇല്ലാതെയാകും. നമ്മുടെ നാട്ടിലേക്ക് എന്നാ വരികയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ തന്നെ പല രാജ്യത്തത് തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 5G ആയിട്ടുള്ളൂ. ചൈനയിൽ പോണ ആളുകൾ ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ 10G ആയി, നമ്മളെക്കാൾ ഇരട്ടിയായി. പലയിടത്തും റോഡിൽ നിന്ന് ചാർജാക്കുന്ന വാഹനങ്ങൾ ഇറങ്ങി. ഇനി നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറക്കാൻ പോകുന്നത് എന്തായിരിക്കും? ശരിക്കും ബില്ലടക്കലാണ്. സർക്കാരിന് ബില്ലടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത്രമാത്രം AI ഒക്കെ വികസിച്ചു പോയി. ബിസിനസ്സുകാരായിരിക്കുന്നവർ കൂടുതലും നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് അസ്തമിക്കാൻ പോകുന്നു എല്ലായിടത്തും. ഇപ്പോൾ ഭാവിയിലൊക്കെ IPO ഒക്കെ ഇടണമെങ്കിൽ, പിന്നെ നമ്മളെ ലത്തീഫ് സഖക്ക് അറിയാം, IPOയിലേക്ക് നമുക്ക് ഇടണമെങ്കിൽ ആളുകളുടെ ഹിസ്റ്ററി പഠിക്കും, ലെഗസി നോക്കും, തലപ്പത്താരായിരിക്കുന്നു നോക്കും. അവന് 7ാം ക്ലാസ്സും ഗുസ്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി IPOയിലേക്ക് ഇടാൻ പറ്റൂല. നമ്മൾ അറിയണം, നമുക്ക് ചിലപ്പോൾ 4000 കോടിയുടെ ആസ്തി ഉണ്ടാകും. അതിന് 40,000 കോടിയായിട്ട് IPOയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ലെഗസി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളൊരു വിചാരം എന്താണ്? വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബിസിനസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ടോപ്പ് MNC കമ്പനിയിൽ നമ്മുടെ കമ്പനി കൊളുത്തി വെക്കണമെങ്കിൽ ആരാണ് ഡയറക്ടേഴ്സ് എന്നുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തലമുറയിൽപ്പെട്ട കുട്ടികളെ നന്നായിട്ട് ബിസിനസ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആരാണോ നമ്മൾ ഇത് ഏറ്റെടുക്കുന്നത് അവർ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒരു പക്ഷെ അടഞ്ഞു കിടക്കുന്ന ഒരു സമയം വരും. ഒരു പക്ഷേ എന്നല്ല, അതൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെല്ലാം സ്റ്റോറേജ് ആകും. എന്നിട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും? കംപ്ലീറ്റ് ഓൺലൈനിലൂടെ ആളുകൾ പർച്ചേസ് ചെയ്യും. ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗുണം, ഇപ്പം മീഷോ എന്ന് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ. ആണുങ്ങൾക്ക് അധികം മീഷോ പിടുത്തം കിട്ടൂല. പക്ഷെ മീഷോ അവരോട് ചോദിച്ചാൽ അറിയാം, 1500 രൂപക്ക് കിട്ടുന്ന സാധനം 450 രൂപക്ക് വീട്ടിലെത്തുന്ന സാധനത്തിന്റെ പേരാ മീഷോ. അതേപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ കടന്നു വരും. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നിൽക്കും. എന്നിട്ട് AI കടന്നു വരും. മാച്ചിങ്ങും മിക്സിങ്ങും ഒക്കെ, മാപ്പിങ്ങും മിക്സിങ്ങും ഒക്കെ അവർ നടപ്പിലാക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇനി കാലങ്ങൾ വരാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കുടുംബം ശിഥിലമാകാതിരിക്കണമെങ്കിൽ കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കേണ്ടുന്ന ഒരു പ്രവണത നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബിസിനസിന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മുടെ സാമ്പത്തിക സുഭദ്രത. ഇപ്പൊ എല്ലാവരും നല്ല ബിസിനസ്സുകാരെ അവിടെ ഇരിക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഓരോ രാജ്യത്തും ഇത് ഇങ്ങനെ നേരെ പോകുന്നത് കൊണ്ട് എനിക്കധികം പറയാൻ വയ്യ. പക്ഷെ GCC കൺട്രീസ് ഓരോന്നും ഉയർന്നു വരുമ്പോൾ റിസഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നതല്ല, ലോകത്തിലെ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ്. ഓരോ 7 വർഷം 8 വർഷം കൂടുമ്പോൾ റിസഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. അത് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം അതിൻ്റെ ബൂം ലെവലിൽ നിൽക്കുന്ന സമയത്ത് താഴോട്ട് കൊണ്ടുപോകും. അത് നെപ്പോളിയന്റെ കാലഘട്ടത്തിലെ തുടങ്ങിയതാണ്. നെപ്പോളിയൻ യൂറോപ്പ് പിടിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ റോത്ത്ശൈൽഡ് എന്ന് പറയുന്ന ജ്യൂ ഫാമിലി ഉണ്ടാക്കിയ ഒരു സിനാരിയോ തന്നെയാണ്. ഇത് നിങ്ങൾ സിനാരിയോ എന്നല്ല പേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് റേഞ്ച് നിൽക്കുമ്പോൾ താഴോട്ട് കൊണ്ടുപോകാനും ഒരു കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ബിസിനസ് അടിയിലേക്ക് പോകും. അപ്പോൾ മൾട്ടി ലെവലിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് രൂപാന്തരപ്പെടുത്തേണ്ടത് എന്ന സ്ട്രാറ്റജി കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും, ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു 99 രൂപ ഏതെങ്കിലും ഒരു വലിയ നല്ല ഹലാൽ രീതിയിലുള്ള ഷെയർ മാർക്കറ്റിലേക്ക് എങ്ങാനിട്ട്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിമനോഹരമായി തിരിച്ചു കിട്ടും നമുക്ക് കാണാൻ പറ്റും. ഞാൻ മിനിയാന്ന് കൊല്ലത്ത് പത്തനംതിട്ടയിലൊക്കെ ആയിരുന്നു പരിപാടി. അവിടുത്തെ സ്ത്രീകളോട് ഇത് പറയേണ്ട കാര്യമില്ല. ഈ സ്ത്രീകൾക്ക് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന മാസത്തിൽ 25,000 രൂപയിൽ നിന്ന് അവർ 10,000 രൂപ ചിട്ടിക്ക് ചേരും. കുറിക്ക് പലിശ ഇല്ലാത്തതിൽ നമുക്ക് ചേർന്നാൽ മതി. അത് ചേർന്നിട്ട് 5 ലക്ഷം ആകുമ്പോൾ അവരൊരു പറമ്പ് വാങ്ങും. എന്നിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ അത് വെക്കും. സ്ത്രീകൾ 2 കൊല്ലം കഴിഞ്ഞ് അത് വെക്കും. അങ്ങനെ ഗൾഫിൽ നിന്ന് ഭർത്താവ് 30 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാം അവസാനിപ്പിച്ച് വരുമ്പോൾ
തിരിച്ച് ഭർത്താവിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ 3-4 കോടി രൂപയുടെ സ്വത്തുണ്ടായിരിക്കും. നേരെ മറിച്ച് നമ്മളെ മലബാറിന്റെ കഥ എന്താ? ഈ ഗൾഫിലുള്ള ആളെങ്ങാനും തിരിച്ചു വരുമ്പോൾ സാമ്പത്തിക അച്ചടക്കമില്ലാത്തതിന്റെ പേരിൽ 4-5 കോടി കടമാക്കിയിട്ടായിരിക്കും ഈ പാവം കടന്നു വരിക. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആംഗിളുകളുണ്ട്. ആ ആംഗിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൗലികപരമായ ഏറ്റവും വലിയ ആംഗിളാണ്. ഒന്ന്, നമുക്ക് നല്ല മൂല്യമുണ്ടായിരിക്കുക, വിശ്വാസപരമായ ആ ദൃഢതയിലേക്ക് നമ്മൾ പോവുക, ചാഞ്ചാട്ടമില്ലാത്ത അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക അച്ചടക്കം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക എന്നതാണ്. ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. എനിക്കറിയാം, എൻ്റെ നാട്ടിലൊരു മനുഷ്യൻ ഖത്തറിൽ നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായി, പെട്ടെന്നാണ് ഒരു അറബി അത് പിടിച്ചെടുത്തത്. അദ്ദേഹം പരമദരിദ്രനായി മാറിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. അവസാനം വാടക വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു കടബാധ്യത കൊണ്ട്. അങ്ങനെ 3 പെൺകുട്ടികളെ കെട്ടിച്ചപ്പോഴേക്കും അയാൾക്ക് അസുഖങ്ങൾ വന്ന് അദ്ദേഹം അവസാനിക്കുകയും ചെയ്തു. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം മാറി മറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് സാമ്പത്തിക അച്ചടക്കമെന്ന്, പ്രൊജക്ട് ഡെവലപ്മെന്റ് എന്താണ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്താണ്, ഇതേപോലെ തന്നെ അസറ്റ് ഡെവലപ്മെന്റ് എന്താണ്. അസറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. വെറും ബിസിനസ് മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, അസറ്റ് അക്യുമുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത്. ഇത്തരം ടാക്ടിക്സുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിന് സ്ത്രീകൾ എന്താ ചെയ്യണ്ടേ? ഞാൻ കളിയാക്കുകയല്ല കേട്ടോ. ഈ കാസർകോട്ടിൽ നിന്നാണ് ഞങ്ങളൊക്കെ മലപ്പുറത്തുകാർ പറയാ എല്ലാം തുടങ്ങി വെക്കാറുന്ന. നിങ്ങളെ കൊണ്ടാണ് ഞങ്ങളും ഇടങ്ങാറാവുന്നത്. നിങ്ങളിവിടെ മഞ്ഞ കല്യാണം തുടങ്ങും, അപ്പൊ പിന്നെ മലപ്പുറത്ത് തുടങ്ങല്ലാതെ നിവൃത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞേക്കാണ് ജമന്തി കല്യാണം, ആ കല്യാണം, ഈ കല്യാണം, സഫ്രോണിസ്റ്റ് കല്യാണം, എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ ഇവിടെ ഇപ്പൊ വെള്ളക്കുപ്പായിട്ടിട്ട് ഇരിക്കണ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ? ഇവർക്ക് എത്ര വെള്ളക്കുപ്പായം തുണിയാന്ന് ആർക്കും അറിയില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. കാരണം എപ്പോഴും ഒരേ ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുന്ന ആളുകളെയാണ് സത്യത്തിൽ ലോകം എന്താക്കുന്നത്, നന്മയുടെ ആളായിട്ട് വിലയിരുത്തി. ഞാൻ വേറെ ഡ്രസ് കോഡ് മാറ്റണ്ടെന്നല്ല പറഞ്ഞു. APJ അബ്ദുൽ കലാം ഇന്ത്യ കണ്ട ZZ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആളായിരുന്നു. ഒന്ന്, അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ്, മിസൈൽ മാൻ ആണ്. രണ്ടാമത്, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്പർ 1 സിറ്റിസൺ ഓഫ് ഇന്ത്യ. പ്രധാനമന്ത്രിയല്ല നമ്പർ 1, എന്നും ഇന്ത്യയുടെ നമ്പർ 1 സിറ്റിസൺ അത് പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചപ്പോ ആകെ അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ 4, അതും എല്ലാം ആഷ് കളറിൽ. എന്തുകൊണ്ട് എല്ലാം അദ്ദേഹം ബ്ലാക്ക് ഇടുന്ന നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹം വേറെ കളറിൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരും എന്നിടണമെന്നല്ല പറഞ്ഞത് കേട്ടോ. അദ്ദേഹം ആഷ് കളറിൽ ഇടുള്ളൂ. അദ്ദേഹത്തിന് എത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പൊ രാഹുൽ ഗാന്ധി നിങ്ങളൊന്ന് എടുത്തു നോക്കിയാട്ടെ. രാഹുൽ ഗാന്ധി എപ്പോഴും മിക്കവാറും ധരിക്കുന്ന ഡ്രസ്സ് ഏതാ? അത് ടീഷർട്ടാണ്. കാരണം കാഷ്വൽ ഡ്രസ്സ് കൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിലും എല്ലായിടത്തും പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറക്കാരനാ തീരുമാനിക്കുക. ക്ഷമിക്കണം കേട്ടോ, ക്യാമറക്കാരനാണ് കല്യാണം കംപ്ലീറ്റ് ഏറ്റെടുക്കുക. കാരണം പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുള്ളതല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമല്ലോ കേട്ടോ. ഞാൻ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, മലയാളികളുടെ തന്നെ. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു അതിൽ. എനിക്ക് അറിഞ്ഞൂടെ, കുറച്ച് പൈസക്കാരായ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ശരി, എല്ലാ പൈസക്കാരെയും കൂട്ടി എന്നെന്തിനായാലും വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏതായിരുന്നാലും വിളിച്ചു, ഞാൻ പോയി. ഏകദേശം ഒരു 10-200 ആളുണ്ടായിരുന്നു. യൂസഫ് അലിക്ക മുതൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ക്യാമറ വേണുവിൻ്റെതായിരുന്നു, ഇതിന്റെ ക്യാമറ വേണുവിൻ്റെതായിരുന്നു. ഒരൊറ്റ ആളെ നിർത്തുന്നില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തെ കണ്ടില്ല, അദ്ദേഹത്തിന്റെ ടീം വരുന്നു, ആംഗിളുകൾ കംപ്ലീറ്റ് എടുത്തിട്ട് പോകുന്നു. ഒരാളെയും ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്നു പറയുന്നേ ഇല്ല. കാരണം അങ്ങനെ നിർത്തിയിട്ടെടുക്കുമ്പോൾ അതിലൊരു ഒറിജിനാലിറ്റി ഇല്ല. ഇല്ലാതെ നമ്മളിങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിച്ച് നിന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് കല്യാണ വീട്ടിൽ തീരുമാനിക്കും ആര് എപ്പോൾ മുത്തം കൊടുക്കണമെന്ന്. ക്യാമറക്കാരെ തീരുമാനിക്കുക. ക്ഷമിക്കണേ ക്യാമറക്കാരെ, നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ. ക്യാമറക്കാരനെ തീരുമാനിക്കുക എപ്പോഴാണ് മുത്തം കൊടുക്കേണ്ടത്, എപ്പോഴാണ് ആലിംഗനം ചെയ്യേണ്ടത്, എപ്പോഴാണ് പെണ്ണ് ഡാൻസ് ആടേണ്ടത്, എപ്പോഴാണ് ആണ് ഡാൻസ് ആടേണ്ടത് എന്നൊക്കെ ക്യാമറക്കാർ തീരുമാനിക്കും. ഇവരൊക്കെ നല്ല ക്യാമറക്കാരാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് പോകണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ടീം മാത്രം ആണോ ഇതിനെ തീരുമാനിക്കേണ്ടത്? അല്ലല്ലോ. നമുക്ക് ചില അജണ്ടകളില്ലേ, നമുക്ക് ചില തീരുമാനങ്ങളില്ലേ, അതിനെ നല്ല രീതിയിൽ അവരോട് എടുക്കാൻ പറയണം. എല്ലാ ആംഗിളും എടുത്തോളൂ എന്ന് പറയണം. അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ കൊടുക്കുക. അവർ മനോഹരമായിട്ട് അത് എടുത്തു തരും, നല്ല അടിപൊളിയായിട്ട് എടുത്തു തരും. പക്ഷേ നമ്മളുടെ മകളുടെ കൈ പിടിച്ചിട്ട് ഭർത്താവിന് കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു. ചിലപ്പോൾ മകള് പോലും പോയി വരാട്ടപ്പാന്ന് പറഞ്ഞാൽ എല്ലപ്പോഴും ഇങ്ങനെ 10-15 വട്ടം പോയി വന്ന പോലൊക്കെയാണ് പോവുക. അങ്ങനെ ഒരു കരച്ചിലോ അല്ലെങ്കിൽ ഉമ്മയെ വേർപെടുന്ന ഒരു സങ്കടമോ ഒരു നൊമ്പരമോ ഇല്ലാതെ
ഈ ദുഃഖസാന്ദ്രമായതിൽ നിന്നും സന്തോഷാത്മകതയെയും സന്തോഷത്തിൽ നിന്ന് ദുഃഖസാന്ദ്രതയെയും കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു മുഹൂർത്തമുണ്ടല്ലോ വിവാഹത്തിൽ. ഉമ്മ എന്ന് പറഞ്ഞിട്ടൊരു ആലിംഗനമുണ്ടല്ലോ. ഉമ്മാക്ക് കൊടുക്കുന്ന ചുംബനം പോലും ക്യാമറയിൽ പകർത്തേണ്ടതല്ല എന്ന് മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ ചുംബനം കൊടുത്തുകൊണ്ട് തൻ്റെ പിതാവിൽ നിന്ന് അകന്നു പോകുന്ന പ്രിയപ്പെട്ട മകളായി നമ്മൾ ഓരോരുത്തരും മാറണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോവുക എന്നതാണ്. എങ്ങനെയൊക്കെ നടപ്പിലാക്കണം, എന്തൊക്കെ നടപ്പിലാക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. കാർക്കശ്യത്തിൻ്റെ ഭാഷ വേണ്ട, പക്ഷേ നമുക്ക് ദർശനത്തിൻ്റെ ഭാഷ വേണം. നല്ല കാഴ്ചപ്പാടിൻ്റെ ഭാഷ നമുക്കുണ്ടാകണം. ആ കാഴ്ചപ്പാടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ PA ഇബ്രാഹിം ഹാജിയെ നമ്മൾ പറയാറുണ്ട്. ബിസിനസ്സുകാർക്ക് നല്ലൊരു മോഡലാണ് PA ഇബ്രാഹിം ഹാജി എന്ന്. ഒരു മനുഷ്യൻ ദീനിൻ്റെ ചൂളയിലൂടെ നടന്നുകൊണ്ട് അതിമനോഹരമായി ബിസിനസ്സിനെ നയിച്ചൊരു മനുഷ്യനും കൂടിയാണ് PA ഇബ്രാഹിം ഹാജി സാബ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുടുംബത്തെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നല്ല വാല്യൂസ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക എന്ന് ഏറ്റവും പ്രധാനം അതാണ്. നമ്പർ 2, സാമ്പത്തികപരമായ അച്ചടക്കത്തിൻ്റെ ഭാഗം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക. ഏതൊക്കെ, എങ്ങനെയൊക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന്. അതും തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്ട്രാറ്റജി നമ്മൾ കടമെടുത്താൽ ബിസിനസ്സുകാരെ, നിങ്ങൾ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 33% അതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് 33%, ബാക്കി 33% ഉണ്ടല്ലോ, ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ്. വ്യത്യസ്ത ബിസിനസ്സിലേക്ക്. ഒന്ന്, ഏതിൽ നിന്നാണോ ലാഭം കിട്ടിയത് ആ ലാഭം കിട്ടിയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചിടണം. മറ്റൊന്ന്, വ്യത്യസ്തമായ ബിസിനസ്സുകൾ തുടങ്ങണം. കാരണം ഒന്ന് പൊട്ടിയാലും ഒന്ന് തുടങ്ങാൻ നമുക്ക് സാധിക്കണം. അത് രണ്ടാമത്തെ 33. മൂന്നാമത്തെ 33-നെ 11 തിരിക്കണമെന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ഹാർവാർഡിൻ്റെ ഒരു കോഴ്സ് ചെയ്തിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ ഇതായിരുന്നു എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതിൽ 11 ടോട്ടൽ ലാഭത്തിൻ്റെ 11% മാത്രമേ നമ്മൾ നമ്മുടെ പ്രോഫിറ്റായിട്ട് പേഴ്സണലായിട്ട് എടുക്കാൻ പാടുള്ളൂ. ബാക്കി 11 നമ്മുടെ മറ്റ് കുടുംബത്തിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജ്യേഷ്ഠൻ്റെ മക്കൾ, അനുജൻ്റെ മക്കൾ, പെങ്ങന്മാരെ മക്കൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമുക്ക്. മൂന്നാമത്തെ 11 എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ KMCC പോലെയുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫുത്തിഹത് അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. ഇന്ന് നമ്മുടെ പരിപാടി എന്താ? 1 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 3 കോടി രൂപയുടെ വീട് വെക്കും. എന്നിട്ട് 2 കോടി രൂപ പിന്നെ EMI അടച്ചങ്ങനെ പോവലാണ്. ജ്യേഷ്ഠൻ്റെ മോൻ അവിടെ കിടക്കുന്നുണ്ടാവും, പെങ്ങളെ മക്കൾ അവിടെയും കിടക്കുന്നുണ്ടാവും, പെങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവും, കുടുംബത്തിനെ നോക്കാതെ നമ്മൾ പോകുന്നുണ്ടാവും. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അതും കഴിഞ്ഞിട്ട് വേണം സത്യത്തിൽ നമ്മൾ KMCCയിലേക്ക് പോകാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. 2000 വീട് അന്ന് പൂർത്തിയായപ്പോൾ പ്രിയപ്പെട്ട തങ്ങളുണ്ടായിരുന്നു കൂടെ. ദുബായിൽ വെച്ചിട്ട് ആ പരിപാടി നടന്നത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കാനുണ്ടായത് കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അന്ന് 2000 വീട് തികഞ്ഞു. പിന്നെ അത് 5000-6000 ആയി. ബൈത്തുർ റഹ്മ. ആ സമയത്ത് സാദിഖ് അലി തങ്ങൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പല പ്രസംഗത്തിനും വേണ്ടി പോയപ്പോൾ അന്ന് 100 ദിർഹമും 500 ദിർഹമൊക്കെ എടുത്ത് നീട്ടുന്ന ആ കുട്ടികളെ കണ്ടാൽ അറിയാം അവർ ഇന്നേ വരെ അവരുടെ വീടിന് തറക്കല്ലിട്ടിട്ടില്ല എന്ന്. കേരളക്കര എന്ന് കേൾക്കുമ്പോൾ പോക്കറ്റുള്ള പൈസ എടുത്ത് കൊടുക്കാൻ, എവിടെയെങ്കിലും മണ്ണൊലിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ പാവങ്ങൾ എടുത്ത് കൊടുക്കാൻ. KMCCയിൽ സമ്പത്തുള്ള ആളുകൾ വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ പാവങ്ങൾ തന്നെയാണ്, ബഹുഭൂരിപക്ഷം പാവങ്ങളാണ്. ആ പാവങ്ങൾ പോലും ഇത് കൊടുക്കുന്നത് ഈ കേരളക്കരയെ മോഹിച്ചുകൊണ്ടാണ്, ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നോക്കാറുണ്ട് എങ്ങനെയാണിത് തുടങ്ങുക, എങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്നൊക്കെ. ഒരിക്കൽ ഒരു രാജ്യക്കാരനെ വിളിച്ച് ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ KMCC തുടങ്ങണം സാറേ, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ, എടാ ഞാൻ KMCCൻ്റെ ആരുമല്ല, ഞാൻ മുസ്ലിം ലീഗിൻ്റെ ആരുമല്ല, അതുകൊണ്ട് ഞാൻ തന്നെ വരണമെന്ന് ചോദിച്ചു. അവസാനം പറഞ്ഞു നിങ്ങൾ വരണം, കാരണം ഇവിടെ എല്ലാവരും കൂടുമ്പോൾ അവിടുന്ന് KMCC അവിടുന്ന് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ആദ്യമേ KMCC പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നില്ല, അങ്ങനെ ഇന്നാളൊക്കെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി പോയി. അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് KMCC രൂപാന്തരപ്പെടുത്തിയത്. പ്രിയപ്പെട്ട മെൽബെള്ളെ, അവിടുത്തെ MBA കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു സംഘം. അവിടുത്തെ ഒരു മനോഹാരിത എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി നിങ്ങളോട് പറയാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ ഉണ്ടോ, US-ലുണ്ട്, UK-ലുണ്ട്, ബ്രിട്ടൻ KMCCൻ്റെ പരിപാടിക്ക് നമ്മൾ പോയിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങൾ, ജർമ്മനിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആദ്യം തുടങ്ങുന്നത് അവിടെ, അത് ഓസ്ട്രേലിയയിൽ ആദ്യം തുടങ്ങാൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലായിടത്തും പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ഉണ്ടാകും. പറയുമ്പോൾ വിവാദമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ.
പക്ഷേ ഇന്നേ വരെ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഇല്ലാത്ത ഒരേ ഒരു KMCC മാത്രമേ ഈ ഗ്ലോബിലുള്ളൂ, ഈ ലോകത്തിലുള്ളൂ. അത് ഓസ്ട്രേലിയൻ KMCC മാത്രമാണ്. കാരണം പ്രസിഡന്റും സെക്രട്ടറി ആയാൽ എല്ലാവർക്കും അതിൽ കയറിയിരിക്കാൻ ഒരു മോഹം ഉണ്ടാവും. അതുവഴി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെയും പ്രസിഡന്റും ആക്കിയിട്ടില്ല, ആരെയും സെക്രട്ടറി ആക്കിയിട്ടില്ല. അത് രൂപീകരിച്ചിട്ട് 10 വർഷമായി, ഇതുവരെ അതിന് പ്രസിഡന്റും സെക്രട്ടറി ഒന്നുമില്ല. പിന്നെ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കും. അതിന് കെയ്സൺ തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. സൽമാൻ ഭായി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ലീഡേഴ്സ് ആയിരിക്കും, പക്ഷെ അവർ പൊസിഷൻ ഇല്ലാതെ ലീഡർഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കെയ്സൺ തിയറിയിലൂടെ, ജപ്പാന്റെ ടൊയോട്ട തിയറിയിലൂടെയൊക്കെ പോകുന്ന KMCC വരെയുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ എവിടെ പോയാലും KMCCക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ US പോയാലും ശരി, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയാലും ശരി, ജർമ്മനിയിൽ പോയാലും ശരി, എല്ലാ രാജ്യങ്ങളിലും, ഒട്ടുമിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേര്, മലയാളികൾക്ക് ഈ നെഞ്ചോട് ചേർത്ത് വെച്ച പേരാണ് പ്രിയപ്പെട്ട KMCC എന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് KMCC എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അതിന് വിമുഖത കാണിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഞാനിവിടെ പിരിവിൻ്റെ കാര്യത്തിന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രസംഗത്തിൽ പിരിവ് ഞാൻ നടത്തിയിട്ടില്ല. പ്രസംഗിക്കുന്ന സമയത്ത് ബക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതവിടെ വെച്ചോളൂ, എനിക്കൊരു പൈസ തരണ്ടെന്ന് ഞാൻ പറയലാണ്. അതുകൊണ്ട് ഞാൻ പിരിക്കാൻ വന്ന എന്നാലും പറയാം, എപ്പോഴെങ്കിലും KMCC നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുണ്ടായിരിക്കണം പിൻബലമായി. ഈ ലോകത്തിൽ നിങ്ങൾ അറിയണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന്. നിങ്ങൾ കാസർഗോഡ് അടങ്ങുന്ന ജില്ലക്ക്, കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗവും അടങ്ങുന്ന മൊത്തം ജില്ലക്ക് ഒരു യൂണിവേഴ്സിറ്റി വേണമെന്ന് അന്നൊരു പാവം കോയ ആവശ്യപ്പെട്ടു. എവിടെ? നമ്മുടെ നിയമസഭയിൽ. നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. ആ സമയത്ത് അന്നത്തെ ആള്, ഈ അടുത്തിടെ മരിച്ചുപോയ ആള് വരെ അന്നുണ്ട് ആ ചോദ്യം ചോദിച്ചതിൽ, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? നമ്മളെല്ലാവരെയും, കാസർകോട്ടുകാരെയും മലപ്പുറത്തുകാരെയും വെറും കൊട നേരാക്കുന്ന ആളുകളായി, കൊടക്കമ്പി നേരെയാക്കുന്ന ആളുകളായി മാറ്റി. അന്ന് കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? അഥവാ 3ാം ക്ലാസ്സും ഗുസ്തിയൊക്കെ അല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്മിനി കാറിൽ അത്തോളിയിൽ വന്നിറങ്ങുന്നത് വരെ ആ പാവം മനുഷ്യൻ കരഞ്ഞു. ഇവിടെ ലത്തീഫ് പറഞ്ഞല്ലോ, ഈ KMCCയും CH സെന്ററും ഒക്കെ ഒരു നാണയത്തിന്റെ 2 ഇരുവശങ്ങളാണ് എന്ന്. ആ പാവം മനുഷ്യൻ കരഞ്ഞു. അന്ന് മുതൽ പ്രസംഗിച്ചിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങളുടെ ഈ കാസർഗോഡിന്റെ മഞ്ചേശ്വരം മുതൽ, കേരളം അവസാനിക്കുന്ന മഞ്ചേശ്വരം മുതൽ മലബാർ അവസാനിക്കുന്ന ചാവക്കാട് വരെ തെരുവോരങ്ങളിൽ കടന്ന് പ്രസംഗിച്ചു ആ പച്ചയായ മനുഷ്യൻ. അന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? പുതിയ തലമുറക്ക് ആ ഭാഷ അറിയില്ല. നിങ്ങൾ 4 അണത്തൊട്ടെറിഞ്ഞത്, നിങ്ങൾ 8 അണത്തൊട്ടെറിഞ്ഞവ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാരെ, കാച്ചുതുണിയെടുത്ത ഉമ്മാമ്മമാരെ. കാച്ചുതുണി എന്ന് പറഞ്ഞ തുണിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ചിലപ്പോൾ. ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അതിനൊരു കോന്തലയുണ്ടായിരുന്നു. കോന്തലയിൽ കെട്ടുക എന്നാ പറയാ. 4 അണ എന്ന് പറഞ്ഞാൽ 25 പൈസ, 8 അണ എന്ന് പറഞ്ഞാൽ 50 പൈസ. അത് ഈ കോന്തലയിലെ കെട്ടിവെക്ക സ്ത്രീകൾ. നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 50 പൈസ അഥവാ നാണയത്തൊട്ടുകൾ എറിഞ്ഞത് 4 അണയുടെ 8 അണയുടെ. അന്ന് യൂണിവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിലോ സർവകലാശാല എന്ന് മലയാളത്തിലോ പൂർത്തീകരിച്ച് പറയാൻ കഴിയാത്ത പാവം ഉമ്മാമ്മമാർ എറിഞ്ഞു കൊടുത്ത ആ പൈസ കൊണ്ട് തുടങ്ങി വെച്ചതാണ് പ്രശസ്തമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ ആരുടെയും ഔദാര്യം കൊണ്ട് തുടങ്ങിയതല്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നു, നിങ്ങൾ ലീഗുകാരുടെ പ്രസംഗം കേൾക്കല്ലേ, KMCCക്കാരുടെ പ്രസംഗം കേൾക്കല്ലേ. ഈ കാര്യത്തിൽ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ആ ഗൂഗിൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. ChatGPTയുടെ പ്രൈമും നോർമലും നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. ഒരേ ഒരു മറുപടി, CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പിന്നീട് നമ്മളെല്ലാവരും ഡിഗ്രി പഠിച്ച് PG പഠിച്ച് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് സ്വപ്നം കണ്ടതുപോലെ KMCCയുടെ വക്താക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ ഭാവിയിലുള്ള തലമുറ മാസ്മരിക വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകളായിരിക്കണം. നാളെ നിങ്ങൾ KMCCക്കാർ ഇവിടെ വന്നിട്ട് ആദരിക്കപ്പെടുന്ന സമയത്ത് ആദരിക്കുമ്പോ ഒരുപാട് IITians വന്നിട്ടായിരിക്കണം ഇവിടെ നിന്ന് ഈ ആദരം ഏറ്റുവാങ്ങേണ്ടത്. കാരണം ഈ കാണുന്ന കാസർഗോഡ് ജില്ലയുടെ KMCCയുടെ ആ ഒരു പ്രബലമായ പിന്താങ്ങ് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങേണ്ടത് IITയിൽ നിന്നാണ്.